കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം, ഇടതുപക്ഷ സാന്നിധ്യമുള്ള മണ്ഡലമാണ് കോഴിക്കോട്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയേക്കാൾ ഏറ്റവും വലിയ സംഘടനാ മിഷണറിയും സംഘടനാ രീതികളും അതിൻ്റെ ദൃഢതയും ഉറപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെങ്കിൽ, ഒരു ജില്ലയുണ്ടെങ്കിൽ അത് കൃത്യമായും കോഴിക്കോട് ജില്ലയാണ് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാവുന്നതാണ്. പക്ഷേ മുൻകാലങ്ങളിൽ KPR ഗോപാലേട്ടൻ, ചാത്തുണ്ണി മാസ്റ്റർ, CK ചക്രവാണി, MK കേളുവേട്ടൻ ഇതുപോലുള്ള പ്രഗത്ഭരായ ആളുകളുടെ, ഇമ്പിച്ചു ബാവ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPIM അത് പിന്നീട് ദുർബലമാക്കപ്പെടുകയും അതിൽ പിന്നീട് വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പലപ്പോഴും കേന്ദ്രീകരിക്കപ്പെട്ട് സംഘടനയെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നതിൻ്റെ ഒരു രേഖാചിത്രവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം കാണുന്ന കോഴിക്കോട് പാർലമെൻറ്റ് നിയോജക മണ്ഡലവും അതിൻ്റെ പാർട്ടിയുടെ സംഘടനാ മിഷണറിയും. അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യങ്ങൾക്കൊക്കെ അപ്പുറത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകട സാധ്യതകളുടെയൊക്കെ അപ്പുറത്തേക്ക് നിലവിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിനിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുള്ള, മുസ്ലിം മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് വലിയ മേൽക്കോയ്മയുള്ള, രാഷ്ട്രീയമായി മേൽക്കോയ്മയുള്ള ഒരു മലബാറിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് കോഴിക്കോട് പാർലമെൻറ്റ് നിയോജക മണ്ഡലം. ഞാൻ നേരത്തെ ഒരു തവണ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ 1964 CPIM ലീഗുമായി ഉണ്ടാക്കുന്ന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ഉണ്ടാക്കുന്ന എന്താ പറയുക, അറിയപ്പെടാത്ത രീതിയിൽ ഉണ്ടായിരിക്കുന്ന ബാന്ധവത്തിൻ്റെ രാഷ്ട്രീയ രൂപരേഖ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ സെൻ്ററായി പ്രവർത്തിച്ചിരുന്നത് വാസ്തവത്തിൽ കോഴിക്കോടായിരുന്നു. ആ കോഴിക്കോടിനെയാണ് തലശ്ശേരിയിലുള്ള മരിച്ചുപോയിരിക്കുന്ന ചെറിയ മുക്കൈ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇളമരം കരീം, സത്യത്തിൽ ഇളമരം കരീമിന് എന്താ പറയുക, ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇടതുപക്ഷ മൂല്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പാർട്ടി സഖാക്കൾ പോലും പൊതുവിൽ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. മറുഭാഗത്ത് വരുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MK രാഘവൻ അവിടെ പൊതു സ്വീകാരനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വിളിക്കുന്നത് പോലും പലപ്പോഴും രാഘവേട്ടൻ എന്നുള്ള എന്താ പറയുക, ഒരു വിളിപ്പേരിൽ സുപരിചിതനുമാണ് അദ്ദേഹം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുകയും അവരുടെ വിഷയങ്ങൾ, അത് ഹോസ്പിറ്റലാവട്ടെ, മറ്റേതെങ്കിലും ഗൗരവമേറിയ വിഷയങ്ങളാവട്ടെ, എന്ത് വിഷയങ്ങളാവട്ടെ, ആ വിഷയത്തോട് നേരിട്ട് സംവേദിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അതിവേഗം ഉയർന്നു വന്നിരിക്കുന്ന ആളുമായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന MK രാഘവൻ. മറുഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് BJPയുടെ MT രമേശാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചിരിക്കുന്ന പ്രകാശ് ബാബുവിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ എന്തുകൊണ്ടും പര്യാപ്തനും യോഗ്യനുമാണ് MT രമേശ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിനകത്ത് വരുന്ന ഒരു മുസ്ലിം സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ അപ്രതിരോധ്യമായ ഒരു മേഖലക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി വളരെ ദയനീയമായി പിറകിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോഴിക്കോട് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനർത്ഥം BJP അതിൻ്റെ എന്താ പറയുക, വോട്ട് ഷെയറിനകത്ത് ഗണ്യമായ വർധന ഉണ്ടാക്കുമെങ്കിലും ആ വർധനകത്തേക്ക് പോകുന്ന വോട്ടിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഊർജം പലപ്പോഴും ശേഖരിക്കുന്നത് ഇടതു മുന്നണിയുടെ അഥവാ CPM കേന്ദ്രീകൃത വോട്ടിൽ നിന്നായിരിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും കൂടി സത്യത്തിൽ ഈ കോഴിക്കോട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ പ്രകടമാണത്. മാത്രമല്ല എന്താ പറയുക, പൊതുസ്വീകാര്യ മണ്ഡലത്തിനകത്ത് വരുന്ന ആളുകളുടെ ഇടയിൽ എന്താ പറയുക, വളരെ കൂടുതൽ വർഗീയ സാധ്യതകളിലേക്ക് കൊണ്ടുപോകാനുള്ള, പ്രചരണത്തിൻ്റെ സാധ്യതയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതിനെതിരെ മതനിരപേക്ഷ മനസ്സിനെ, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, ഇങ്ങനെ വരുന്ന ഒരുപാട് എന്താ പറയുക മഹാരഥന്മാരായിരിക്കുന്ന എഴുത്തുകാട് സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സാംസ്കാരിക നഗരിക്കകത്തു പോലും വർഗീയതയുടെ വിഷവിത്ത് വളർത്താനുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ CPM നടത്തുന്ന ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഇളമരം കരീമിനെ പോലുള്ള ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ, ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകൾ അവിടെ ചെന്ന് നടത്തിയിരിക്കുന്ന പ്രസംഗത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ദുരുപദിഷ്ഠിതമായ ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം തന്നെ കൃത്യമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിരിക്കും കോഴിക്കോട് നിയോജക മണ്ഡലം. എല്ലാ അർത്ഥത്തിലും ഐക്യജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിയായിരിക്കുന്ന MK രാഘവൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് സാധ്യതയെന്നാണ് സ്വാഭാവികമായും നിരീക്ഷിക്കാവുന്നതാണ് തോന്നുന്നുണ്ട്. ശരിക്കും